നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. നമ്മുടെ രാജ്യത്തിൻ്റെ എഥനോൾ നയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്ന ഒന്നാണ്. കർഷകർ ഇനി ഭക്ഷ്യ ഉൽപ്പാദകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ ഊർജ്ജ പരിവർത്തനത്തിന് കരുത്തേകുന്നവരാണെന്നും എഥനോൾ ഉൽപ്പാദനം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നുവെന്നുമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന അനുകൂല വാദങ്ങൾ. എന്നാൽ കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിൽ നിന്നും സർക്കാരിൻ്റെ അഗ്മാർക്ക് പോർട്ടലിൽ നിന്നുമുള്ള കണക്കുകൾ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? എന്താണ് യാഥാർത്ഥ്യം? അതോ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ലഭിക്കാതെ വ്യവസായ കേന്ദ്രീകൃതമായ ഒരു മാതൃകയെ പിന്തുണയ്ക്കാനുള്ള കരുക്കളായി കർഷകർ മാറ്റപ്പെടുകയാണോ? കാർഷിക മന്ത്രാലയത്തിന്റെയും അഗ്മാർക്ക് പോർട്ടലിന്റെയും ഡാറ്റകളിൽ ഇതിനുള്ള ഉത്തരമുണ്ട്. എഥനോൾ ഉൽപ്പാദനത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തു എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയിരുന്നത് ചോള കർഷകരായിരുന്നു. എഥനോളിന്റെ വർദ്ധിച്ച ആവശ്യകത വിപണി വില ഉയർത്തുമെന്നും മികച്ച വരുമാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിരവധി കർഷകർ തങ്ങളുടെ കൃഷി വ്യാപിപ്പിച്ചു. എന്നാൽ 2025 മാർച്ച് മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ചോളത്തിന്റെ ശരാശരി വിപണി വില എല്ലാ മാസവും താങ്ങുവിലയേക്കാൾ താഴെയായിരുന്നുവെന്നാണ് കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2025 മാർച്ചിൽ ചോളത്തിന്റെ താങ്ങുവില ക്വിൻ്റലിന് 2225 രൂപയായിരുന്നപ്പോൾ ശരാശരി വിപണി വില 2176 രൂപയും 61 പൈസയും മാത്രമായിരുന്നു. ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് 2025 നവംബറിലാണ്. അന്ന് താങ്ങുവില 2400 രൂപയായിരുന്നെങ്കിലും ശരാശരി വിപണി വില 1634 രൂപയും 74 പൈസയുമായിരുന്നു. ഇതോടെ ക്വിൻ്റലിന് 765 രൂപയിലധികം നഷ്ടം കർഷകർ സംഭവിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റിൽ, അതായത് ഈ മാസം, ശരാശരി വില 2008 രൂപ 69 പൈസ മാത്രമായിരുന്നു. ഇത് താങ്ങുവിലയേക്കാൾ ഏകദേശം 399 രൂപ കുറവാണ്. എഥനോളിന് ആവശ്യക്കാരേറിയിട്ടും ചോളത്തിന്റെ വില വിപണിയിൽ ഇടിയുന്നതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നയങ്ങളാണെന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. എഥനോൾ ഉൽപ്പാദകരുടെ ചെലവ് കുറയ്ക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കിലോയ്ക്ക് 23 രൂപ 20 പൈസ നിരക്കിൽ നെല്ല് വിതരണം ചെയ്തിരുന്നു. അതേസമയം കർഷകരിൽ നിന്ന് സർക്കാർ നെല്ല് സംഭരിച്ച താങ്ങുവില കിലോയ്ക്ക് 24 രൂപ 41 പൈസയായിരുന്നു. കുറഞ്ഞ നിരക്കിൽ സർക്കാർ അരി ലഭ്യമായതോടെ ഡിസ്റ്റിലറികൾ വിപണിയിൽ നിന്ന് ചോളം വാങ്ങുന്നത് കുറച്ചുവെന്നാണ് വിലയിരുത്തൽ. അരിയെന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടേണ്ട. മനുഷ്യർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന നല്ല ഇനം അരി സാധാരണയായി എഥനോളിനായി ഉപയോഗിക്കാറില്ല. കേടുവന്നതോ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്തതോ ആയ അരിയാണ് പ്രധാനമായും എഥനോളിനായി ഉപയോഗിക്കുന്നത്. സാധാരണയായി ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാണ് അരിയിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്നത്. അരിയിൽ ഉയർന്ന അളവിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് എഥനോൾ ഉൽപ്പാദനത്തിന് വളരെ അനുയോജ്യമാണ്. ഇതോടൊപ്പം ചോളത്തിന്റെ ഇറക്കുമതി വ്യവസ്ഥകളിൽ ഇളവ് നൽകിയതും ആഭ്യന്തര വിപണിയിലെ ലഭ്യത വർദ്ധിപ്പിക്കുകയും വിലയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എഥനോൾ പദ്ധതിയിൽ നിന്ന് തങ്ങൾക്ക് യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കരിമ്പ് കർഷകരും രംഗത്തുണ്ട്. പഞ്ചസാര മില്ലുകൾ അധിക വരുമാനം നേടുന്നുണ്ടെങ്കിലും കരിമ്പിന്റെ വില നിർണ്ണയിക്കുന്ന നിലവിലെ രീതി ഇപ്പോഴും കരിമ്പിന്റെ തൂക്കവും പഞ്ചസാരയുടെ അളവും മാത്രമാണ് അടിസ്ഥാനമാക്കുന്നത്. എഥനോൾ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അധിക വരുമാനത്തിൽ കർഷകർക്ക് പങ്കില്ലെന്നതിനാൽ എഥനോൾ പ്രീമിയം അല്ലെങ്കിൽ പ്രത്യേക ബോണസ് അനുവദിക്കണമെന്ന ആവശ്യം കരിമ്പ് കർഷകർ ശക്തമായി ഉയർത്തുന്നുണ്ട്. എഥനോൾ വിൽപ്പന പഞ്ചസാര മില്ലുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും കർഷകർക്ക് കുടിശ്ശിക വേഗത്തിൽ നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ കർഷകർക്ക് കൃത്യസമയം പണം നൽകുക എന്നത് ബാധ്യതയായിരിക്കെ അതിനെ അധിക ആനുകൂല്യമായി അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം എഥനോൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് സർക്കാർ നിശ്ചിത വില ഉറപ്പ് നൽകുമ്പോൾ അതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് സമാനമായ വില ഉറപ്പോ നിയമപരമായ സംരക്ഷണമോ ലഭിക്കുന്നില്ല എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ വിലയിരുത്തുന്നവർ പറയുന്നത് നിലവിലെ എഥനോൾ നയത്തിന്റെ പ്രധാന സാമ്പത്തിക നേട്ടം വ്യാവസായിക മേഖലയിലേക്കാണ് കേന്ദ്രീകരിക്കുന്നതെന്നാണ്. ഉൽപ്പാദനത്തിലെ അപകട സാധ്യതകൾ മുഴുവൻ കർഷകർ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ നേട്ടം അവർക്ക് ലഭിക്കുന്നില്ലെന്നും അധിക സാമ്പത്തിക നേട്ടം എഥനോൾ കമ്പനികൾക്കാണ് ലഭിക്കുന്നതെന്നുമാണ് പൊതുവെ ഉയരുന്ന വിമർശനം.